അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസിന് ചെറിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂമിൽ ഭയങ്കര എക്കോ വരുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട്ടോ. ഞാനിത് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമൻസ് കണ്ടു, വോയിസ് എന്തോ പോലെ ഉണ്ട് എന്നൊക്കെ. മേ ബി ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് പോവുകയാണ്. അമ്മായിയുടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാനും താത്തയും ഉമ്മ കുട്ടികൾ എല്ലാവരും ഉണ്ട്. സിസ്റ്ററിന് വരാൻ പറ്റിയില്ല. സിസ്റ്റർ ഇൻഷാ അള്ളാ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിനല്ല 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 10 മണി 10:30 11 മണി 11 മണിയാകുമ്പോഴത്തേക്കും റെഡി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഴമ്പുറമാണ് കല്യാണം. തച്ചമ്പാറ കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ഇല്ലേ, തച്ചമ്പാറ കഴിഞ്ഞിട്ടാണോ അതിന് മുമ്പേ ആണോ എന്നറിയില്ല, ആ ഒരു പ്ലേസിൽ അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഒരുപാട് ആൾക്കാരെ കാണാനുണ്ട് കേട്ടോ. ഒന്നാമത് എൻ്റെ എന്താ പറയുക, ഉപ്പാൻ്റെ കസിൻസിനെയൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. അവരൊക്കെയാണ് കേട്ടോ ഈ ഒരു കല്യാണത്തിൽ ഉണ്ടാവുക. അമ്മായിയുടെ മോൻ്റെ കല്യാണമാണ്. അതോ കല്യാണ ചെക്കനും പെണ്ണൊക്കെ നിൽക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല കപ്പിൾസ്, നല്ല മാച്ചായിട്ടുണ്ട് അല്ലേ. ഡ്രസ്സിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കസിൻസ് മൊത്തം കേട്ടോ. ഇത് മൊത്തം നമ്മുടെ കസിൻസാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ വാപ്പാൻ്റെ ഫാമിലിയിൽ. എനിക്ക് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഡൗട്ടാണ്, ആര് എന്ത് എങ്ങനെ എന്നൊക്കെ ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. അപ്പം ഇന്നലെ കുറേ കമൻസ് കണ്ടു, എൻ്റെ താത്ത ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ജിനിയേക്കാൾ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമായതുകൊണ്ട് വലിയ പുത്തിരിയൊന്നുമില്ല കേട്ടോ അതിൽ. അങ്ങനെ ഒരുപാട് വർഷമായിട്ടുണ്ട് എല്ലാവരെയും കണ്ടിട്ട്. എന്നെ പിന്നെ എല്ലാവരും വ്ലോഗിലൂടെ കാണുന്നത് കൊണ്ട് ആൾക്കാർക്ക് എന്നെ വലിയ മൈൻഡൊന്നുമില്ല. പക്ഷേ ഇത്താനെ എല്ലാവരും കാണുക, സംസാരിക്കുകയും നമ്മളോടും സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷേ ഇത്താനെ കണ്ടിട്ട് ഒരുപാട് വർഷമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. ഫസ്റ്റ് ട്രിപ്പിലേ നമ്മളിരുന്നു കേട്ടോ. അവിടെ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, ബീഫ് ബിരിയാണി, പിന്നെ ചില്ലി ചിക്കൻ, പിന്നെ അതിനോട്ട് വേണ്ട സൈഡ് ഡിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മയും ഇളയച്ചിമാരൊക്കെ ഇരുന്ന് ഫുഡ് അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം സെക്ഷനിലോട്ട് പോയിട്ട് എല്ലാ ഐസ്ക്രീമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫ്ലേവറേ ഉണ്ടായിരുന്നുള്ളൂ. നോട്ട് ബാഡ്, കുഴപ്പമില്ല, കിട്ടിയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു, കുറേ വീഡിയോസൊക്കെ എടുത്തു. എല്ലാവർക്കും നമ്മുടെ വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ വീഡിയോയിലോട്ട് വരാനും വീഡിയോസ് എടുക്കാൻ പറയാനും ഒക്കെ. അപ്പോൾ ഇതെല്ലാം എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളാണ് കേട്ടോ ഇതെല്ലാം. അതേപോലെ തന്നെ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പം എല്ലാവരും ഒരുപാട് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ അവാർഡ് ജിനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സ്വന്തം വീട് കേട്ടോ, മണ്ണാർക്കാട് അലനല്ലൂർ ചുണ്ടോട്ടുകുന്ന് എന്ന് പറയുന്ന, ചുണ്ടോട്ടുകുന്നിൻ്റെ അപ്പുറത്ത് കൈരളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കറക്റ്റ് വീട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ആൾക്കാരായിരിക്കും മേ ബി അത് ചോദിച്ചിരിക്കുക കേട്ടോ. പിന്നെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഈ ഒരു ഫുൾ അടച്ചിട്ടിരുന്നിട്ടാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് എക്കോ വരാണ്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു. ഒത്തിരി പേരെ കണ്ടു, കാണാത്ത കുറേ ഒരുപാട് കാലമായിട്ട് കാണാത്ത ആൾക്കാരിനെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഇത് എളാപ്പാൻ്റെ മോളാണ്, അവളുടെ കുട്ടികളാണ് കേട്ടോ നിൽക്കുന്നതൊക്കെ. നമ്മളെ ചാനലിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ രണ്ടുപേരും കേട്ടോ. അങ്ങനെ എല്ലാവരെയും കണ്ടു. ഇനി അടുത്ത വരുന്നത് നമ്മുടെ ക്യൂട്ട് ബേബിയാണ് കേട്ടോ. ഇത് വേറൊരു എളാപ്പാൻ്റെ മോനാണ്. ഭയങ്കര രസമുണ്ടല്ലേ കാണാൻ. അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ അവന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ. അവസാനം ഇത്താനോട് ചിരിച്ചിട്ട് ചാടി, ഇത്താൻ്റെ അടുത്ത് ചാടി ഹൈഫൈ ഇതാന്നൊക്കെ പറഞ്ഞ് കുറേ ഇതായപ്പോൾ കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഫോൺ കണ്ടതും വേഗം എൻ്റെ അടുത്തും വന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു, ചുറ്റിക്കറങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവനെ തനിച്ചിട്ട് എടുത്തു. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, കുറേ വർഷം കഴിഞ്ഞ് കാണാൻ പറ്റുന്ന സംഭവങ്ങളല്ലേ.
പിന്നെ ഈ ഒരു ഗ്രീൻ കളർ ചുരിയിട്ടത് നമ്മുടെ എളാമാൻ്റെ മരുമോളാണ്. നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയത് വന്ന ഗസ്റ്റാണ്. അവളുടെ അനിയത്തിയാണ്. എൻ്റെ ബിഗ് ഫാനാണ് അത്ര. എന്നെ കാണാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഒപ്പം നിർത്തി നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമല്ല കുട്ടിയില്ല. ഇത് പിന്നെ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞത് എന്താണെന്നറിയോ, എൻ്റെ താത്താൻ്റെ മോളാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷെ രണ്ടുപേരും 1 മണിക്കൂർ ഗ്യാപ്പിൽ ജനിച്ചതാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ ഒരുമിച്ചാണ് പഠിച്ചത്, ഒരു സ്കൂളിലാണ്. ക്ലാസ് ഒന്നാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും പല ആൾക്കാരുമായിട്ട് സംസാരിച്ച് ലാസ്റ്റ് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ നിന്ന് എണീക്കുന്ന ലക്ഷണമില്ല കേട്ടോ. ഉമ്മക്ക് ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം. പിന്നെ നമ്മുടെ ഒരു താത്തയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? താത്തയും താത്താൻ്റെ ഹസ്ബൻഡും. ഞാൻ താത്ത എന്ന് പറയുമ്പോൾ കസിൻ ആണ് കേട്ടോ എല്ലാവരും. അപ്പോൾ മൂപ്പര് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറൊന്ന് വെട്ടിച്ചുരുക്കണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ എഡിറ്റിംഗ് ഒന്നും അറിയില്ല, നിങ്ങൾ തള്ളി ഉള്ളിലോട്ട് പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ മാക്സിമം ഞാൻ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കസിൻസാണ്, മൂത്താപ്പാൻ്റെ മക്കളാണ് കേട്ടോ. കണ്ടില്ലേ? അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഇറങ്ങുകയാണ്. ഒരുപാട് ടൈമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. വളരെ രീതിയിൽ എല്ലാവരോടും സംസാരിച്ച് ഇപ്പോൾ ഇനി നേരെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഉമ്മാനെ കണ്ടിട്ട് പിന്നെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ നാളെയും വീണ്ടും പുറപ്പെട്ട് ഇറങ്ങണ്ടേ. അപ്പോൾ ഇന്ന് നേരെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ മാക്സിമം കവർ ചെയ്യാമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് വിരുന്ന് വന്നിട്ട് ഇപ്പോൾ നമ്മൾ പകുതി മുക്കാൽ സമയം ഇങ്ങനെ പുറത്തായിരുന്നു അല്ലേ. ഒരുപാട് ടൈം നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. പോകുന്ന വഴിയിൽ ഞാൻ അവിൽ മിൽക്കൊക്കെ കഴിക്കണം വിചാരിച്ചാണ്, പക്ഷെ നമുക്ക് അതിനൊന്നും ടൈം കിട്ടിയില്ല. ഡ്രൈവറിന് വേറെ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ കുറച്ച് സ്നാക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ, ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് ചായൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ ഉമ്മാൻ്റെ വീട്ടിലെ വ്ളോഗൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ വീട് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള വീടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന കാരണം എനിക്ക് വീട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങ് പോയിട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ശരിക്കും ഇരുട്ട് പിടിച്ച റൂമുകളൊക്കെ ആയിരുന്നു. നമുക്ക് പേടി തോന്നും, അങ്ങനത്തെ റൂമുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നിൻ്റെ ഇത്ത പഠിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഇത്തയൊക്കെ കല്ലടി സ്കൂളിലാണ് പഠിച്ചത്. കല്ലടി മണ്ണാർക്കാടില്ലേ, അവിടെയാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ ഇത്താക്കും എനിക്കും ഉള്ള ഏജ് ഡിഫറൻറ്റ് 3 വയസ്സാണ് കേട്ടോ. ഞാൻ ഇത്തയും തമ്മിലുള്ള 3 വയസ്സാണ് ഡിഫറൻറ്റ് ഉള്ളത്. പിന്നെ ഉപ്പാനെ ഞാൻ കാണിച്ചിട്ടില്ല, ഉപ്പാനെ കാണിക്കണം. ഈ ഒരു വ്ളോഗിലുണ്ടാവും കേട്ടോ. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലും കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ കുറച്ച് നേരം. പിന്നെ ഓട്ടോയിൽ കണ്ടില്ല, എല്ലാവരും ഫ്രണ്ട് സീറ്റിലിരിക്കും, ഇവിടെ ഇരിക്കരുത് എന്നെഴുതി വെച്ചിട്ടുണ്ട് മൂപ്പർ. അപ്പോൾ പിന്നെ ഞാൻ കുട്ടികളെ ആരെങ്കിലും അവിടെ ഇരുത്തണം എന്ന് വിചാരിച്ചേനെ കേട്ടോ. അപ്പം നടന്നില്ല. ഇപ്പം നമ്മൾ നേരെ വിടാൻ പോകുന്നത് അലനല്ലൂരിലോട്ടാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം, അത് സ്വന്തമായിട്ട് ഏൺ ചെയ്ത ക്യാഷ് കൊണ്ട്. അതൊരു അടിപൊളി സംഭവമല്ലേ, എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു സംഭവമാണല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു. ഓപ്പോൻ്റെ ഒരു ഫോണാണ് കേട്ടോ. 2 ഫോണും ഒരേപോലത്തെ കളർ ചേഞ്ച് അങ്ങനെയാണ് കേട്ടോ മേടിച്ചത്. ഇനിയിപ്പോൾ 2 പേർക്കും ഡിഫറെൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ചു. അതായത് നിൻ്റെ നല്ല ഫോൺ എൻ്റെ നല്ല ഫോൺ ഇങ്ങനത്തെ ഒരു വർത്താനം അവിടെ വരുമല്ലേ. അപ്പോൾ അതൊന്നും വരണ്ട വിചാരിച്ചിട്ട് ഞാൻ 2 പേർക്കും ഒരേ ടൈപ്പ് ഫോണ് കളർ ചേഞ്ച് മാത്രം എടുത്തു കേട്ടോ. അപ്പോൾ ഓപ്പോൻ്റെ A58 ആണ് ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ ഇത്ത, അനിയത്തി ഇവരൊക്കെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനെ വലിയ അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായ ക്യാഷ് കൊണ്ടൊന്നും ഞാൻ എൻ്റെ പാരൻസിന് ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇത്രയും കാലം. ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കും, അത് ഞാൻ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് കേട്ടോ. അത് വലിയ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ, ചെറിയ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അങ്ങനെയാണ് കേട്ടോ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഹൈടെൻ മൊബൈൽസ് അലനല്ലൂരുള്ള കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ പോകാൻ മറക്കരുത് കേട്ടോ. ഞാൻ പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കടയായതുകൊണ്ട് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്തു മാത്രം. ഓക്കെ. പിന്നെ അവിടുന്ന് ഓട്ടോ ഒക്കെ കയറി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
വീട്ടിൽ പോയ ശേഷം ഞാൻ അവർക്ക് കൊടുക്കുക. സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ, ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു പറ്റുകയാണെങ്കിൽ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാൾക്കും കൊടുത്തു, രണ്ടാളും ഒരേപോലെ തന്നെ വാങ്ങിച്ച് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓപ്പൺ ആക്കട്ടെ അല്ല. കണ്ടില്ലേ, ഇതാണ് കേട്ടോ എൻ്റെ പാപ്പ. കണ്ടല്ലോ അല്ലേ, കുറേ പേര് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് ചെയ്യും. ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ മൂപ്പര് ഷർട്ട് ഇട്ടിട്ടുണ്ടാവില്ല, അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കില്ല. അങ്ങനെയാണ് കേട്ടോ എപ്പോഴും സംഭവിക്കാറ്. ഷർട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര അലർജിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് അവർ ഓപ്പൺ ആക്കുകയാണ്, പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാനും മേടിച്ചിട്ട് ഓപ്പൺ ആക്കി. പിന്നെ റിഹാനും വന്ന് ഹെൽപ്പ് ചെയ്തു. ഇനി അതിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് സെറ്റാക്കി കൊടുക്കണം. ഇത്തയാണ് അതെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് അമ്മാതിരി പണികളൊന്നും ശരിയാവില്ല, അതുകൊണ്ട് നല്ല ഫിനിഷിങ്ങുള്ള ഫോൺ തന്നെയാണ്. ഞാൻ വിവോ എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിവോ ഇതുപോലെ 2 പീസ് ഉണ്ടായിരുന്നില്ല അവിടെ, അതുകൊണ്ട് നമ്മൾ ഓപ്പോ തന്നെ എടുത്തു. പിന്നെ വിവോയും ഓപ്പോയും ഏട്ടനും അനിയൻ്റെയും മക്കളാണെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ഡിഫറെൻ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഇത് തന്നെ എടുത്തു കേട്ടോ. ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവസാനം റിഹാൻ വന്നിട്ട് തന്നെ അതിനെ ഓപ്പൺ ആക്കി തന്നു. ഉമ്മാൻ്റെ ഫോൺ ഒരു ഗ്രീൻ കളർ, ഒരു ലൈറ്റ് ഗ്രീൻ കളർ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് റിഹാൻ മേടിച്ച് ഓപ്പൺ ആക്കിയിട്ട് ഉമ്മാൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. അങ്ങനെ ഇതാ അവർ രണ്ടുപേരും കൂടെ അതിനെ സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ചാർജർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും എനിക്കിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞു, ഫോൺ മേടിച്ചു കൊടുക്കാൻ പറ്റി, അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അലനല്ലൂരിൽ നിന്ന് കുറേ കാലത്തിന് ശേഷം ഈനാമ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മേടിച്ചതാണ്, വീട്ടിലുണ്ടായതൊന്നുമല്ല. അതെല്ലാം കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പഴത്തിന് എന്താ പേര് പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ വ്ളോഗ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB പേജ്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഡിന്നർ പിന്നെ കപ്പ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ മറന്നുല്ലേ. അച്ചാറ്, കപ്പ ബിരിയാണി, ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.